ഇതെൻ്റെ ഒരു ഈവനിങ് ടൈമാണ്. വൈകിട്ടായപ്പോഴത്തേക്ക് ചേട്ടനും മോളും കൂടെ കിടന്നുറങ്ങിയതിനൊപ്പം ഞാനും കുറച്ച് നേരം ഉറങ്ങിപ്പോയി. എന്നിട്ട് വൈകിട്ട് എല്ലാവർക്കും ചായ ഇടാമെന്ന് പറഞ്ഞ് അടുക്കളയിട്ട് വന്നതാണ്. അത് ഞാൻ ചായ ഇട്ടു. ഞങ്ങൾ കട്ടനും പിന്നെ ചായയായിട്ടാണ് വെച്ചത്. സാധാരണ ഉറങ്ങണമെന്ന് വിചാരിച്ചാലും ആ ഒരു ടൈം പറ്റി ഉറങ്ങണമെന്ന് വിചാരിച്ച് കിടന്നാലും ഉറക്കം വരില്ല കേട്ടോ. ഇന്നിപ്പം കിടന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി. ഞാൻ ഈ ചായ ഇടുന്ന ടൈം അച്ഛനും മോളും നല്ല ഉറക്കമാണ്. പിന്നെ വേദുവിന് എത്ര നേരത്തെ കിടത്തി ഉറക്കാൻ നോക്കിയാലും ആൾ ഒരു അരമണിക്കൂർ അത്രയൊക്കെ എടുക്കും ഉറങ്ങാൻ. മോൾക്ക് 2-3 ദിവസമായിട്ട് പല്ല് നല്ല പെയിനുണ്ട് കേട്ടോ. നല്ല പോടായതാണ്. അപ്പുറവും ഇപ്പുറവും 2 സൈഡും നന്നായിട്ട് പോടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴവിടെ നിന്ന് എക്സ്റേ എടുത്തപ്പോഴത്തേക്ക് റൂട്ട് കനാലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 4 പല്ല് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഏറ്റവും അത്യാവശ്യമുള്ള ഏത് പല്ലാണോ അതിനിപ്പോൾ ചെയ്യാമെന്ന് വെച്ചു. അപ്പം അതിന് ആൻറ്റിബയോട്ടിക്സ് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെയിനായിട്ടാണ് ആൾ കിടന്ന് ഉറങ്ങിയത്. ഉറങ്ങി എണീറ്റപ്പോൾ ആദ്യത്തെ വിളിയിൽ തന്നെ ചാടി എണീറ്റ് കേട്ടോ. വീണ്ടും കിടന്നപ്പോൾ ഞാൻ ഒന്നുകൂടെ വിളിച്ചു. എന്നിട്ട് വൈശാഖനെ വിളിച്ചപ്പോഴത്തേക്ക് പിന്നെ എണീറ്റ് വന്നിട്ട് ഞാൻ പിന്നെ പുറത്ത് പോയിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ച്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വൈശാഖൻ്റെ പുറകെ എണീറ്റ്. ഒക്കെ എണീക്കുമ്പോഴത്തേക്ക് വേദന ചെറിയ വാശിയൊക്കെ ഉണ്ട്. ഇത് ഞാൻ പോയി ഇരുന്നിട്ട് പിന്നെ രണ്ടാമത് വന്നതാണ്. അപ്പം ഞാൻ വിളിക്കാൻ വരാൻ വേണ്ടിയിട്ടുള്ള വാശിയാണ്. ഇന്നിപ്പോൾ എല്ലാ ദിവസത്തെയും പോലെ അത്ര വാശിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. വന്നിരുന്നപ്പോൾ തന്നെ ബിസ്ക്കറ്റൊക്കെ കണ്ടപ്പോൾ ആൾ സെറ്റായി. പിന്നെ ചായ പിന്നെ വേദുവിന് കുറച്ച് കട്ടൻ ചായ കൊടുക്കും കേട്ടോ. അതും വലിയ കടുപ്പമൊന്നുമില്ലാതെ. അപ്പോൾ ബിസ്ക്കറ്റും അതെല്ലാം കൂടെ ചേർത്ത് വേദ കഴിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും പിന്നെ ചായ കുടിക്കുക. 50-50യുടെ ഈ ഒരു ബിസ്ക്കറ്റാണെങ്കിൽ വലിയ പ്രശ്നമില്ല കേട്ടോ. പല്ലൊന്നും അത്ര സീനാവില്ല. പക്ഷെ മധുരമുള്ള ഏതെങ്കിലും ബിസ്ക്കറ്റോ കേക്കോ കഴിച്ചാൽ പിന്നെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് വേദ നന്നായിട്ട് ബുദ്ധിമുട്ടാറുണ്ട്. ബ്രഷ് ചെയ്തിട്ടാണ് രാത്രി കിടക്കുന്നത്. എന്നാലും രാത്രി പെയിൻ വരാറുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ സീരിയലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടിട്ടാണ് പിന്നെ ചായ കുടിച്ചത്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ റൂമിലോട്ട് പോയി. കുറച്ച് ജോലി ഉണ്ടായിരുന്നു. അപ്പോഴേക്കും വേദന പഠിക്കണമെന്ന് പറഞ്ഞ് സ്ലേറ്റ് എടുത്തുകൊണ്ട് റൂമിലോട്ട് വന്നു. ഞാൻ അതൊക്കെ എഴുതി കൊടുത്തു. പക്ഷേ ആളതൊന്നും കംപ്ലീറ്റ് ചെയ്തില്ല കേട്ടോ. അപ്പോൾ ഇത്രയുണ്ടായി. അടുത്ത വീഡിയോ കാണാമേ. ടാറ്റാ.